ഹായ് ഓൾ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി പഠിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തേതായ ഗ്യാപ്പ് ട്രേഡിങ്ങിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചു. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇതൊരു വലിയ വലിയ കാര്യമൊന്നുമല്ല, ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മളിത് അറിഞ്ഞു വെക്കണം. ഒരു ട്രേഡർ ആണെങ്കിൽ മാർക്കറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് ഏതെന്ന് നോക്കാം, പിൻ ബാർ ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വലിയ പ്രയാസമില്ല. കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് തരുന്നൊരു സ്ട്രാറ്റജിയാണ്. അപ്പം നിങ്ങൾ ഇത് വെച്ചിട്ട് ട്രേഡ് എടുക്കാത്ത ആളാണെങ്കിൽ കൂടിയും നിങ്ങളൊരു ട്രേഡിലുണ്ടെങ്കിൽ ഈ ഒരു പിൻ ബാർ എവിടെയെങ്കിലും വരുന്നത് കണ്ടാൽ നിങ്ങളുടെ പൊസിഷന് എഗനിസ്റ്റ് ആണ് ഇത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ കോഷ്യസ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യൽ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കുകയും ചെയ്യാം. അത് ആ ഒരു പിൻ ബാർ നിങ്ങൾക്ക് എഗനിസ്റ്റ് വർക്ക് ആകുകയാണെങ്കിൽ നിങ്ങളുടെ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പിൻ ബാർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം പിൻ ബാർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബിയറിഷ് പിൻ ബാർ, പിന്നീട് ബുള്ളിഷ് പിൻ ബാർ. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പം എന്താ പിൻ ബാർ എന്ന് പറയുമ്പോൾ ഇതാണ് ഈ പിൻ ബാറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് പിൻ ബാറാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു ബോഡി അപ്പ് സൈഡിലും താഴേക്ക് വലിയൊരു വിക്കും വരുമ്പോൾ നമ്മളിതൊരു ലോവർ വിക്ക് വളരെ വലുതുമാകുമ്പോൾ നമ്മളിതിനെ ഒരു ബുള്ളിഷ് പിൻ ബാർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിനെ നമ്മൾ ബുള്ളിഷ് പിൻ ബാർ എന്ന് പറയും. അതേപോലെ ബിയറിഷ് പിൻ ബാർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സൽ, അതായത് ഒരു വലിയൊരു അപ്പർ വിക്ക് കാണും, അതിൻ്റെ താഴേക്ക് ഒരു ചെറിയൊരു ലോവർ ബോഡി. അപ്പം ഇതാണ് ഒരു പിൻ ബാറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് സ്വാഭാവികമായിട്ട് ഇവിടെ തോന്നുമായിരിക്കും. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ചപ്പം ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ ഇതൊരു ഹാമറായിട്ടും ഇതൊരു ഇൻവെർട്ടഡ് ഹാമറായിട്ടും എടുത്തല്ലോ. അപ്പം ഈ ഇൻവെർട്ടഡ് ഹാമറും ഈ ഹാമറും പിന്നെ ഈ ബുള്ളിഷ് പിൻ ബാറും ബിയറിഷ് പിൻ ബാറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം വളരെ സിമ്പിളാണ്. അതായത് ഇപ്പം നമുക്കൊരു താഴേക്ക് വരുന്നൊരു ഇതിൽ ഒരു പിൻ ബാർ വരികയാണെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീനിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഒരു നമ്മളിപ്പം ഹാമർ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്കവിടെ കളർ ഒരു പ്രശ്നമല്ല. അത് ഐദർ ഗ്രീൻ ആവാം അല്ലെങ്കിൽ റെഡ് ആവാം. അതായത് ഒരു ബീറിഷ് ക്യാൻഡിൽ ആവാം അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആവാം കളറിൽ. പക്ഷേ നമ്മൾ പിൻ ബാറിലേക്ക് വരികയാണെങ്കിൽ ഇത് ഒരു ബുള്ളിഷ് പിൻ ബാർ ആകണമെങ്കിൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ മാത്രമേ ആകാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു ബീറിഷ് പിൻ ബാർ ആകണമെങ്കിൽ ഒരു ഇൻവെർട്ടഡ് ഹാമറാണ് ഈ സാധനം, പക്ഷേ അത് നമുക്ക് ഗ്രീനും ആകാം റെഡും ആകാം ഇൻവെർട്ടഡ് ഹാമറിൽ. പക്ഷേ പിൻ ബാറിൽ വരുമ്പോൾ നമുക്കിത് ഈ ഒരു കളറിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പിൻ ബാർ എന്ന് പറയുമ്പോൾ ബുള്ളിഷ് ആണെങ്കിൽ അത് ഗ്രീനിൽ മാത്രമായിരിക്കണം, ബിയറിഷ് ആണെങ്കിൽ അത് റെഡിൽ മാത്രമായിരിക്കണം. അപ്പോൾ നമുക്കിതിൽ ബിയറിഷ് പിൻ ബാർ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ ഞാനിതിൽ തിയറി പാർട്ടെല്ലാം ബിയറിഷ് പിൻ ബാറിന് മാത്രമേ വെക്കുന്നുള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു സെയിം തന്നെ ഈ ബുള്ള് എന്നുള്ളിടത്ത് ബിയർ ആവും, അതേപോലെ ലോ ഹൈ എന്നുള്ളിടത്ത് ലോ ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബുള്ളിഷ് പിൻ ബാറിന്. അപ്പോൾ ഞാനിതിൽ ബിയറിഷ് പിൻ ബാറിൻ്റെ മാത്രം ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ റിവേഴ്സലാണ് ബുള്ളിഷ് പിൻ ബാർ എന്ന് വിചാരിച്ചാൽ മതി. ബിയറിഷിൻ്റെ റിവേഴ്സലാണ് ബുള്ളിഷ് എന്ന്. അപ്പം ഒരു ബിയറിഷ് പിൻ ബാറിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം മൊത്തത്തിൽ 3 സ്ട്രക്ചറാണ് ഒരു ബിയറിഷ് പിൻ ബാർ ഉണ്ടാവാനായിട്ടുള്ളത്. 3 ഫേസിലാണ് ഇതുണ്ടാവുന്നത്. അപ്പോൾ ആ ഫേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫേസ് 1 എന്ന് പറയുന്നത് ആഫ്റ്റർ എ സ്ട്രോങ് എക്സ്റ്റെൻഡഡ് അപ് ട്രെൻഡ് ഹാസ് ബീൻ ഇൻ എഫക്റ്റ് ദ ആംബിയൻസ് ഈസ് ബുള്ളിഷ്. അതായത് ഇതാണ് ഫേസ് 1. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് മേളിലൊരു റെസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നിന്ന് മാർക്കറ്റ് ഇതൊരു ഡെയിലി ക്യാൻഡിലായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഇതൊരു ഡെയിലി ക്യാൻഡിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ സെൻറ്റിമെൻറ്റ്സ് ഇവിടെ ബുള്ളിഷാണ്. അതായത് ഈ ഒരു ട്രെൻഡ് ബുള്ളിഷാണ്. മാർക്കറ്റ് താഴെ നിന്ന് മേളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഫേസ് 1. അപ്പോൾ നമുക്ക് ഫേസ് 1 ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇനി ഫേസ് 2 എന്ന് പറയുന്നത് ദ പ്രൈസ് ഓപ്പൺസ് ആൻഡ് ട്രേഡ് ഹയർ, ദ ബുൾസ് ആർ ഇൻ കൺട്രോൾ. അപ്പം ഫേസ് 2 എന്ന് പറയുമ്പം അതിനുശേഷം നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഇതിൻ്റെ മേളിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ മേളിലേക്ക് ചെന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. അതായത് പ്രൈസ് ഓപ്പൺ ചെയ്യുന്നു, ഈ റെസിസ്റ്റൻസിൻ്റെ മേളിലേക്ക് ചെന്നിട്ട് ഇവിടെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് മേളിലേക്ക്. അപ്പോൾ ഈ ഒരു സമയം വരെയും ബുൾസിൻ്റെ കയ്യിലാണ് മാർക്കറ്റ്. അതായത് മാർക്കറ്റ് ബയ്യേഴ്സിൻ്റെ കയ്യിലാണ്. അവരാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത്. നമുക്കിനി നേരെ ഫേസ് 3യിലേക്ക് പോകാം. അപ്പം ഫേസ് 3 ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു പിൻ ബാർ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയൊരു പ്രോസസ്സ് നടക്കുന്നത് ഈ ഫേസ് 3യിലാണ്. അപ്പോൾ ഫേസ് 3യിൽ എന്തൊക്കെയുള്ളത്? ബട്ട് ബിഫോർ ദ എൻഡ് ഓഫ് ദ ഡേ ദ ബിയേഴ്സ് സ്റ്റെപ്പ് ഇൻ ആൻഡ് ടേക്ക് ദ പ്രൈസ് ബാക്ക് ടു ദ ലോവർ എൻഡ് ഓഫ് ദ ട്രേഡിംഗ് റേഞ്ച്, ക്രിയേറ്റിംഗ് എ സ്മോൾ ബോഡി ഫോർ ദ ഡേ. The long upper wick represents that sellers have started coming back at these levels
എ ലോ ഓപ്പൺ ഓർ എ ബിയറിഷ് ക്യാൻഡിൽ ഓഫ് നെക്സ്റ്റ് ഡേ റീഇൻഫോഴ്സസ് ദ ഫാക്ട് ദാറ്റ് സെല്ലിംഗ് ഈസ് ഗോയിങ് ഓൺ ആൻഡ് ദ സെല്ലേഴ്സ് ഹാവ് നൗ ടേക്കൺ കൺട്രോൾ. അപ്പം വളരെ വലിയ തിയറിയാണ്, പക്ഷേ സംഭവം വളരെ സിമ്പിളാണ്. അതായത് ഇപ്പം ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇവിടെ ഫേസ് 2 അല്ല, ഫേസ് 3 ആണ്. അതൊരു കറക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഫേസ് 3 എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് നമ്മളിപ്പോൾ ഫേസ് 2 വന്നത്, മാർക്കറ്റ് ഇതാ ഇവിടെ വരെ വന്ന് നിൽക്കുകയാണ്. ഇതൊരു ഡേയിലെ മിഡിലാണ്. ഏകദേശം മാർക്കറ്റ് ഈ ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ട് താഴേന്ന് ട്രേഡ് ചെയ്ത് മേളിലെത്തി ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്നാണ് ഫേസ് 3 സംഭവിക്കുന്നത്. ഫേസ് 3 സംഭവിക്കുക എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അവിടുന്ന് പ്രൈസ് റിജക്ഷൻ വരും. റിജക്ഷൻ വന്നിട്ട് എന്ത് സംഭവിക്കുന്നത്? പ്രൈസ് ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രൈസിനെ താഴേക്ക് ഈ ഡേ ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അതായത് ക്ലോസിങ്ങിന് മുമ്പായിട്ട് ഈ സെല്ലേഴ്സ് വന്നിട്ട് ഈ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഓപ്പൺ ഉണ്ടല്ലോ, ഈ ഓപ്പണിൻ്റെ താഴെ പോയിട്ട് ക്ലോസ് ചെയ്യും. അപ്പം നമുക്കിതൊരു റെഡ് ക്യാൻഡിലായി മാറിയില്ലേ? അതായത് ഓപ്പണിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ ആ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിലായില്ലേ? അപ്പം ഈ ഡേ അവസാനിക്കുന്ന സമയത്ത് ഇത് ഈ റെസിസ്റ്റൻസിൻ്റെയും താഴെ ക്ലോസ് ചെയ്യും. അതേപോലെ തന്നെ മുമ്പുണ്ടായ ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ്, ആ ഒരു ക്ലോസിംഗ് പ്രൈസിൻ്റെ താഴെ പോയി ക്ലോസ് ചെയ്താൽ ഇതൊരു പിൻബാറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫേസ് 3 എന്താണ് സംഭവിക്കുന്നത്? ഒരു പിൻബാറിൻ്റെ ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നു. അപ്പോൾ അതാണ് ഫേസ് 3 എന്ന് പറയുന്നത്. അതായത് ഫേസ് 1 എന്ന് പറയുന്നത് ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷ് ആയിരുന്നു. ഫേസ് 2 എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് റെസിസ്റ്റൻസിൻ്റെ മേളിൽ കയറി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫേസ് 3 എന്ന് പറയുമ്പം അവിടുന്ന് റിജക്ഷൻ സംഭവിച്ചിട്ട് അത് റെസിസ്റ്റൻസിൻ്റെയും കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഓപ്പൺ ഇവിടെയും ക്ലോസ് ഇവിടെയല്ലേ, അപ്പോൾ ഈ ക്ലോസിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇതൊരു പിൻബാറായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പിൻബാർ ഏതാണ്? ഇതൊരു ബിയറിഷ് പിൻബാറാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇത് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയാനായിട്ടൊരു 5-8 പോയിൻ്റ് ഉണ്ട്. അപ്പം ഒരു പിൻബാർ വരണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വെറുതെ ഒരു ക്യാൻഡിൽ വന്ന് അത് പിൻബാറായിട്ട് കണ്ടാൽ അത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പിൻബാർ കൺഫേം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിക്വയർഡ് പ്രീവിയസ് സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്. അതായത് ഇപ്പം നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അപ്പം നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഉണ്ടാവണം. അപ്പം ബിയറിഷ് പിൻബാറിനാണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് നോക്കണം, ബുള്ളിഷ് പിൻബാർ ആണെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ട് നോക്കണം. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ടിലാണോ പിൻബാർ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ ബിയറിഷ് പിൻബാർ ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് മേളിലുണ്ട്, ആ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് താഴേക്ക് പിൻബാർ വന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസ് റാലീസ് എബോവ് റെസിസ്റ്റൻസ് ഓൺലി ടു ഫോൾ ബാക്ക് ബിലോ പ്രൈസ് ക്ലോസസ് ഓൺ ഓർ ബിലോ റെസിസ്റ്റൻസ് ആൻഡ് പ്രീവിയസ് ക്ലോസ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ പ്രൈസ് മേളിലേക്ക് പോയില്ലേ, ഈ പോയത് താഴേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു പോക്കായിരുന്നു നമ്മൾ ഉറപ്പ് വരുത്തണം. അതെങ്ങനെ ഉറപ്പ് വരുത്തുന്നത്? അതിന് ഈ ഒരു ക്യാൻഡിൽ ഫിനിഷ് ആവണമല്ലോ. അതൊരു ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പ് കിട്ടും മാർക്കറ്റ് അതിന് വേണ്ടിയിട്ടാണ് മേളിലേക്ക് പോയതെന്ന്. അത് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ഈ റെസിസ്റ്റൻസിൻ്റെ താഴെയും ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ പ്രീവിയസ് ഡേയുടെ ക്ലോസ് ഉണ്ടല്ലോ, ഈ ക്ലോസിൻ്റെയും താഴെ വന്ന് ക്ലോസ് ചെയ്യണം. അപ്പോഴാണ് ഇതൊരു പിൻബാർ ആവുന്നത് തന്നെ. ഒരു റെഡ് ക്യാൻഡിൽ നമുക്കപ്പോൾ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ വിക്ക് ഷുഡ് ബി 2 to 3 times ബിഗർ ദാൻ ദ ബോഡി. അപ്പം ഈ ഒരു വിക്ക് ഉണ്ടല്ലോ, ഈ ഒരു വിക്കിനേക്കാൾ ഈ ഒരു ബോഡിയേക്കാളും 2 അല്ലെങ്കിൽ 3 മടങ്ങ് അധികം വലുതായിരിക്കണം ഈ വിക്കെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു ബോഡി, ഈ ബോഡിയുടെ സൈസിനേക്കാളും 2 to 3 times ബിഗർ ആയിരിക്കണം ഈ ഒരു വിക്ക്. അപ്പോഴാണ് നമുക്കിതൊരു പിൻബാർ ആവുന്നത്, അതിൻ്റെ കണ്ടീഷൻ ആവുന്നത്. ഇനി അടുത്തത് ദ വിക്ക് ഷുഡ് സ്റ്റാൻഡ് ഔട്ട് വെൻ കമ്പയർഡ് ടു നിയർ ക്യാൻഡിൽസ്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബിയറിഷ് പിൻബാർ കിട്ടി. അപ്പം ഈ ഒരു ബിയറിഷ് പിൻബാറിൻ്റെ ഈ വിക്ക് ഉണ്ടല്ലോ, ഈ വിക്കായിരിക്കണം ഈ ഒരു സ്വിങ്ങിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്, അതായത് അപ്പ് സൈഡിലേക്ക് നിൽക്കേണ്ടത്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്യാൻഡിലുണ്ട്, ഇവിടെയും ക്യാൻഡിലുണ്ട്, അതായത് ഇവിടെ വരെ ഒരു ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഇതാണ് ഒരു ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് നിങ്ങൾ കൂട്ടിക്കും. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയുടെ മേളിൽ പോയിട്ട് ഈ വിക്ക് നിൽക്കണം. അപ്പം ഈ ഒരു ഓർഡർ മുഴുവൻ ഈ ഒരു വിക്ക് കളക്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഇപ്പോൾ ഈ ഒരു ക്യാൻഡിലാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ എല്ലാം ക്യാൻഡിൽസ് ഉണ്ടല്ലോ, ക്യാൻഡിൽസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഈ ലെവലിൻ്റെയും താഴെ പോയിട്ടാണ് ഈ ഒരു വിക്ക് ഫോർമേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ താഴെയുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഈ പിൻബാർ ക്യാൻഡിലെന്ന്. അപ്പോൾ അതാണ് ആ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ പിൻബാർ ഷുഡ് ബി ബിഗർ ദാൻ ദ പ്രീവിയസ് ട്രേഡിംഗ് ഡേ റേഞ്ച്. അതായത് ഈ ഒരു ക്യാൻഡിൽ
ഈ ഒരു ഡേ ഉണ്ടല്ലോ, ഈ ഒരു ഡേയുടെ ട്രേഡിംഗ് റേഞ്ച് ഇല്ലേ, ഈ ഒരു ട്രേഡിംഗ് റേഞ്ച്, അതായത് ഈ ഓപ്പൺ ടു ഹൈ, നിങ്ങൾ വിക്ക് നോക്കണ്ട, ഈ ഓപ്പൺ ടു ക്ലോസ് ഈ ഇത്രയും റേഞ്ചിനേക്കാളും വലുതായിരിക്കണം ഈ പിൻബാറിൻ്റെ ട്രേഡിംഗ് റേഞ്ച്. അതായത് പിൻബാറിൻ്റെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിക്ക് ടു ക്ലോസ് ഇത്രയും ഭാഗത്തെ ട്രേഡിംഗ് റേഞ്ച് ഈ ഒരു പ്രീവിയസ് ഡേയുടെ ഓപ്പൺ ടു ക്ലോസിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ഒന്നുകൂടെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതൊരു പിൻബാറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഡേയുടെ ഓപ്പണിനും ക്ലോസിൻ്റെയും ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ ഒരു ട്രേഡിംഗ് റേഞ്ച്, അത്രയും പ്രൈസ് അതിനേക്കാളും വലുതായിരിക്കണം ഈ പിൻബാറിൻ്റെ ക്ലോസിങ് ടു വിക്കിൻ്റെ അറ്റം വരെയുള്ള അത്രയും ട്രേഡിംഗ് റേഞ്ച്. അപ്പോൾ അതാ ഒരു ചെറിയൊരു പോയിന്റ് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ദ ഫോളോയിങ് ഡേ ഗീവ്സ് ദ കൺഫർമേഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്കിവിടെ കിട്ടി, ഈ ഒരു പിൻബാർ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അതായത് ഇവിടെ വന്നാൽ ഇനി മാർക്കറ്റ് എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പ് സൈഡിലേക്ക് പോകണമെന്നായിരിക്കുമല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അഗ്രസീവ് ട്രേഡേഴ്സിന് വേണമെങ്കിൽ ഈ പിൻബാർ കണ്ട നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് അപ്പ് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. അതല്ല നമ്മളൊരു ഒരു ചെറിയ ലോവർ ടൈം ഫ്രെയിമിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ ശേഷമുള്ള ക്യാൻഡിൽ നമുക്ക് അപ്പ് സൈഡിലോട്ട് ട്രേഡ് എടുക്കാം. അതല്ല കൺഫർമേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ പിൻബാറിന് ശേഷം നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ ആവുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പിൻബാറിൻ്റെ വാലിഡിറ്റി അവിടെ പോയില്ലേ. അപ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ ഒരു ബീറിഷ് ക്യാൻഡിൽ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, പിൻബാർ വന്നിട്ടുണ്ട്, ബാക്കി കണ്ടീഷനൊക്കെ ഓക്കെയാണ്, അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരണമെന്നല്ലേ. അപ്പോൾ ദ നെക്സ്റ്റ് ഡേ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടായാൽ നമുക്ക് കൺഫർമേഷൻ ആയില്ലേ, ഇനി ഇത് നെക്സ്റ്റ് സപ്പോർട്ട് വരെ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇനി ഉണ്ടാകുന്നതെങ്കിലോ, ഇവിടുന്ന് ഒരു ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വരെ നിൽക്കുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു പിൻബാറിൻ്റെ വാലിഡിറ്റി അവിടെ കുറഞ്ഞു. അപ്പം ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പറയാം, ദ വോളിയം ക്യാൻ ബി ഐദർ ലോ ഓർ ഹൈ. സോ നമുക്കിവിടെ വോളിയം ഹൈയും ആകാം ലോയും ആകാം, അതിൽ നമുക്ക് കാര്യമില്ല. അതെന്താ പറയാൻ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്ക് പഠിച്ച സമയത്ത് നമുക്ക് ഹാമറും ഇൻവെർട്ടഡ് ഹാമറും വരുമ്പോൾ വോളിയം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ഒരു കൺഫർമേഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് വോളിയത്തിൻ്റെ ആവശ്യമില്ല. അതായത് ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു പിൻബാർ ഫോം ചെയ്തിട്ട് ഇതിന് ലോ വോളിയം ആണെങ്കിൽ അപ്പം നമുക്ക് എന്ത് കരുതാൻ പറ്റും, മാർക്കറ്റ് മേളിലേക്ക് റെസിസ്റ്റൻസിൻ്റെ മേളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടും അവിടെ വോളിയം വന്നിട്ടില്ല. അപ്പം ആ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആവാനും മാർക്കറ്റ് തിരിച്ച് സപ്പോർട്ടിലേക്ക് ഇറങ്ങാനുമുള്ള ചാൻസ് ഉണ്ടെന്ന് കാണാം. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹൈ വോളിയം ആണെങ്കിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് മേളിലേക്ക് ചെന്ന് അവിടുന്ന് തിരിച്ച് റിജക്ഷൻ വന്നപ്പോൾ ഹൈ വോളിയം വന്നു. അപ്പം സെല്ലേഴ്സ് അവിടെ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, വോളിയത്തിൽ നമുക്കൊരു കൺഫർമേഷൻ ഇതിലെടുക്കാൻ പറ്റില്ല. അപ്പോൾ വോളിയം ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഒരു പിൻബാറിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് കുറച്ച് റിയൽ ട്രേഡിൽ ഇത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ ഇതെല്ലാം ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഇത് നിഫ്റ്റിയിലുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിഫ്റ്റിയിൽ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ തിയറിയേക്കാളും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു, അതിനുശേഷം മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് മേളിലേക്ക് വരികയാണ്. മേളിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു പിൻബാർ ഉണ്ടാക്കി. അതായത് ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൻ്റെ മേളിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചു, പക്ഷേ മേളിലേക്ക് പോയില്ല. പകരം ആ ഒരു ക്ലോസ് ഉണ്ടല്ലോ, പ്രീവിയസ് ക്യാൻഡലിൻ്റെ ക്ലോസ് ഇല്ലേ, ആ ക്ലോസിൻ്റെ താഴെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതൊരു പിൻബാർ ക്യാൻഡിലാണെന്ന്. അതിനുശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്, അവിടെ നിന്ന് നേരെ ഫോള് താഴേക്ക് വന്നു. അപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു പിൻബാർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പിൻബാറിന് നമ്മൾ കണ്ടീഷൻസ് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താം. ഇപ്പം ഇവിടെ ഒരു സപ്പോർട്ട് വേണമെന്ന്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടായ ഒരു സ്വിങ് ഉണ്ടല്ലോ, ആ ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അവിടെയാണ് പിൻബാർ വന്നിരിക്കുന്നത്. പക്ഷേ ആ സപ്പോർട്ടിൻ്റെ താഴെ പോയിട്ട് ഓർഡർ ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഈ പിൻബാർ വാലിഡ് ആയിട്ട് ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പ് സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തന്നെ കുറച്ച് ബാക്കിലേക്ക് നിങ്ങൾ ചാർട്ട് എടുക്കുക. അപ്പോൾ പിൻബാർ എവിടെയെല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ പിൻബാർ എന്ന് പറയുന്നത് റിവേഴ്സൽ പാറ്റേൺ ആണ്, നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് പിൻബാർ. ഈ റെസിസ്റ്റൻസിൽ പിൻബാർ ഉണ്ടായിക്കഴിഞ്ഞാൽ താഴേക്ക് വരാനും സപ്പോർട്ടിലൊരു പിൻബാർ ഉണ്ടായി അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതിൽ ചെറിയ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കുറച്ച് സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടിൽ മാർക്കറ്റ് താഴേക്ക് പോയി അവിടുന്ന് ഒരു പിൻബാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഗ്രീനാണ്, അപ്പോൾ അതൊരു ബുള്ളിഷ് പിൻബാർ ആയതുകൊണ്ട് അപ്പ് സൈഡിലോട്ടൊരു ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ
അടുത്തൊരെണ്ണം നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസിൽ നമുക്കൊരു ബിയറിഷ് പിൻ ബാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ബിയറിഷ് പിൻ ബാർ തന്നെയാണ്. കാര്യം ഇതാണ് ഈ ഒരു ലോ, ഈ ഹൈ ഉണ്ടല്ലോ, ഈ ഉണ്ടാക്കിയ ഈ ഒരു ഹൈ ആണ് ഈ ഒരു നിയറസ്റ്റ് ക്യാൻഡിൽസിനേക്കാളും നല്ലൊരു ഹൈ. അപ്പോൾ ഇതാണ് അവിടെ പറഞ്ഞ ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വാലിഡ് ആയതുകൊണ്ട് ഇത് നല്ലൊരു ബിയറിഷ് പിൻ ബാറാണ്. നമുക്ക് ഈ ഒരു ബിയറിഷ് പിൻ ബാറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ലോങ് ടൈമിലേക്കൊക്കെ ട്രേഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പിൻ ബാർ യൂസ് ചെയ്യാൻ പറ്റും. സ്കാൽപ്പേഴ്സിനാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. ഇതാണ് ഞാൻ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റെസിസ്റ്റൻസിൽ ഒരു പിൻ ബാർ വന്നാൽ അടുത്ത സപ്പോർട്ടിലേക്ക് പോകാനും ഈ സപ്പോർട്ടിൽ ഒരു പിൻ ബാർ വന്നാൽ തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യാനുമുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സപ്പോർട്ടായിരുന്നു. എക്സാക്റ്റ് ആ സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് ഒരു പിൻ ബാർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിൻ ബാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിൻ ബാറിന് ശേഷം മാർക്കറ്റ് നിയറസ്റ്റ് സപ്പോർട്ട് ഫൈൻഡ് ചെയ്യാനായിട്ട് വന്നു. അവിടെ നിന്നൊരു പിൻ ബാർ വെച്ചിട്ട് അതൊരു നല്ലൊരു ലോങ് വിക്കുള്ളൊരു പിൻ ബാറാണ്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസും കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, മാർക്കറ്റിൽ നിങ്ങൾ ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യുക. ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് പിൻ ബാർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു കുറച്ച് ദിവസത്തെ ചാർട്ട് ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പിൻ ബാർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം റിയൽ മാർക്കറ്റിലും ഇതുപോലെ പിൻ ബാർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കോഷ്യസ് ആയിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിന് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എഗനിസ്റ്റ് ആണ് ഈ ഒരു പിൻ ബാർ ഫോം ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള വഴി നിങ്ങൾ ആലോചിക്കുക. അപ്പം ഇത്രയാണ് ഒരു പിൻ ബാർ ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നല്ലൊരു എൻട്രിയും എക്സിറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിൻ ബാറിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ പിൻ ബാറിൻ്റെ ഹൈ ആയിരിക്കണം നമുക്ക് സ്റ്റോപ്പ് ലോസ്. അതായത് നമ്മൾ ഇവിടെ നിന്നാണ് ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു പിൻ ബാറിൻ്റെ ഫോർമേഷനിൽ നമ്മൾ താഴെ നിന്നാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ പിൻ ബാറിൻ്റെ ഹൈ ഉണ്ടല്ലോ, വിക്കിൻ്റെ ഹൈ ഇല്ലേ, അതിൻ്റെ മേളിലൊരു ബഫർ സ്പേസ് ഇട്ടുകൊണ്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഒരു സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തുകൊണ്ട് ഈ പിൻ ബാറിൻ്റെ ഹൈയുടെ മേളിലേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. സോ പിൻ ബാർ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ തന്നെ ഇത് ചെയ്ത് നോക്കുക. വെറുതെ കണ്ടു കേട്ടു പോയി എന്ന് മാത്രം ആവരുത്, നിങ്ങളിത് ചെയ്ത് നോക്കുക. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ആൾക്കാർ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ അനാലിറ്റിക് പ്രകാരം 92% ആൾക്കാരും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചാനൽ കണ്ടാൽ, ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ച് കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ എത്തുന്നതാണ്. സോ അതുവഴി കുറച്ച് കൂടുതൽ ആൾക്കാർ ഇത് കാണാനും അവർക്ക് ഉപയോഗപ്രദമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് അടുത്ത ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തന്നെ തേർഡ് പാർട്ടാണ്. അത് RSI ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് മൂന്നും വളരെ കോമൺ ആണ്, വളരെ ബേസിക്കാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതെന്ന് മാത്രം കരുതിയാൽ മതി. അപ്പം അടുത്തത് RSI ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിവേഴ്സൽ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിവേഴ്സൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം അപ്സൈഡിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ മേളിൽ പോയി ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്കൊരു റിവേഴ്സൽ വരികയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നവർക്ക് റിവേഴ്സൽ എൻട്രിക്ക് വേണ്ടിയിട്ട് പരിഗണിക്കാവുന്നതാണ് ഈ ഒരു പിൻ ബാർ ട്രേഡിംഗ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ RSI ട്രേഡിംഗ് സ്ട്രാറ്റജി. അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.